Hello friends, welcome to my channel. My name is Tejo Johnson. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് അധികം വൈകാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്ന വിഷയം ഭയം, ഫിയർ. ഈ ഒരു വിഷയത്തെ നമ്മൾ ആദ്യമായി ഇതിൽ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഭയം പലതരത്തിലുണ്ട്. നിങ്ങൾ പല സാഹചര്യങ്ങളിൽ വന്ന ആൾക്കാരായിരിക്കാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് പലതും പറയുവാനും പല ഡിസ്കഷൻ ചെയ്യാനും പലത് ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനത് ലളിതമായ രീതിയിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി എഫക്റ്റീവായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായി ശ്രമിക്കാം. ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് ഭയത്തെ നിയന്ത്രിക്കുന്നതും അതുപോലെ മറ്റുള്ള വ്യക്തികൾ നമ്മുടെ ഭയത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭയപ്പെടാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് ഭയത്തെ കീഴ്പ്പെട്ടിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആർക്കും അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുത്താം. നിങ്ങൾ പല വീഡിയോകളും പല സിനിമകളും കാണുന്നതായിരിക്കാം. ഭയം നമ്മളുടെ ഉള്ളിൽ വന്നു കയറി കഴിഞ്ഞാൽ ആ ഒരു ഭയത്തിൽ നിന്ന് നമ്മളെ മാറുവാനായിട്ട് അല്ലെങ്കിൽ ആ ഭയമായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഒരു യാത്ര പോകുന്നു, ഒരു അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക്. അത് രാത്രി സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി ഒരു വിചിത്രമായ സ്ഥലത്ത് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നു. വണ്ടി ഒരു തരത്തിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അവിടെയാണെങ്കിൽ കൂരിട്ട് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരവസ്ഥയിൽ തീവ്രത കൂട്ടുന്ന വേറൊരു കാര്യം. പല പല ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ട്. നമ്മൾ കയ്യിൽ മൊബൈൽ ഫോണെടുത്ത് നമ്മുടെ വീട് ബന്ധപ്പെട്ടവരെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ കോണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ നേരം അത്ര സമയമായതുകൊണ്ട് ആരും കോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാനൊരു സിറ്റുവേഷനാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ശ്രമിക്കുക. ആ സമയത്ത് പല ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിൽ വരുന്നു. ഒന്നാമത്തെ ചിന്ത, നമ്മൾ വിജനമായ പ്രദേശം, നമുക്ക് അറിയപ്പെടാത്തൊരു സ്ഥലം. ഇനി എന്താണ് സംഭവിക്കുക? ഇനി ആരും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരും? എന്താണ് ഇനിയിപ്പോൾ അടുത്തൊരു നിമിഷം ഉണ്ടാവുക? വല്ലാത്തൊരു ഭയം നമ്മളുടെ തിക്കി കയറുന്നു. ആ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഒന്നും അറിയാത്ത വല്ലാത്ത ശൂന്യമായ ഒരവസ്ഥ. ഇത് ഭയത്തിന്റെ വലിയൊരു ഉദാഹരണമാണ്. നമ്മളുടെ പ്രായോഗിക ബുദ്ധിയെ തന്നെ അത് അവിടെ പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭയം നമ്മൾ മനസ്സിലാക്കി. നേരം വൈകുന്തോറും നമ്മൾ ഭയം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ സിറ്റുവേഷൻ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു വ്യക്തി, നമ്മുടെ ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾക്കും കാരണമായ വ്യക്തി നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ ഇങ്ങനെ നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നീ ഇത് ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു വെല്ലുവിളി പോലെ എടുക്കുന്ന വ്യക്തിത്വം. നമ്മളവിടെ ചിന്തിക്കേണ്ട വേറൊരു വിഷയമുണ്ട്. ഈ വെല്ലുവിളി എന്നൊക്കെ വ്യക്തിത്വത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേറൊരു സ്ഥാനമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എന്തിന് അദ്ദേഹം പറയുന്ന നമ്മൾ അനുസരിക്കാൻ പോകേണ്ട ആവശ്യം? അദ്ദേഹം നമ്മൾ ആരുമല്ല. അല്ലെങ്കിൽ ആരുമായി കൊള്ളട്ടെ, എന്താണ് നമുക്കുള്ള ബുദ്ധിമുട്ട്? നമുക്ക് പറയാം,
നമുക്ക് അത് ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അദ്ദേഹവും നമ്മുടെ പോലത്തെ ഒരാളാണ്. നമ്മളിത് ഭയപ്പെടുന്നു. നമ്മൾ പല ഇമാജിൻ വേൾഡിലാണ് നമ്മൾ പല ഇതാക്കി വച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഇതിവിടെ ഈ രണ്ടുപേരും തുല്യരാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഭയത്തെ ചൂഷണം ചെയ്ത് ആ ഭയത്തിന്റെ മുകളിൽ അധികം ഭയത്തെ ബിൽഡ് ചെയ്താണ് ആളും മുന്നോട്ട് പോയതെന്നുള്ള ഒരു തിരിച്ചറിവാണ് വേണ്ടത്. ഇവിടെ ഭയപ്പെടുന്ന വ്യക്തി തിരിച്ച് ഒരു കാര്യം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തിരിച്ചും പ്രതികരിച്ചാൽ മതി. അതോടെ ആ ഭയത്തിന്റെ ചീട്ടുകൊട്ടാരം അവിടെ തകർന്നു വരികയാണ്. പക്ഷെ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഭയപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എടുക്കുന്നില്ല. അദ്ദേഹം ഭയത്തിന്റെ അവസ്ഥകൾ കൂടെ കടന്നു പോകുന്നതല്ലാതെ അദ്ദേഹത്തിന് മാറണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അതിനുള്ള വിഷയങ്ങൾ വേറെ കുറെ കാരണങ്ങളുണ്ടാവും. കാരണം അദ്ദേഹത്തിന് നേരിട്ടിരിക്കുന്ന പല സാഹചര്യങ്ങൾ, പല മോശം കാര്യങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിന് അതിനെ സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. വലിയൊരു വിഷയമാണ് ഇവിടെ. നമ്മൾ പെട്ടെന്നൊരു കാര്യത്തെ നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കത് സാധിക്കുന്നില്ല, അത് നമ്മളോട് പറ്റുന്നില്ല, നമുക്ക് ആ ഒരു കപ്പാസിറ്റി ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും. ഒരു പരിധിവരെ നമ്മൾ കൂട്ടുകെട്ടുകൾ നമ്മളിതിനെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്, കാരണമല്ലാതാകുന്നുണ്ട്. കാരണം നമ്മൾ വരുന്ന സാഹചര്യങ്ങൾ, ആ ഒരു രീതിയിലുള്ള സാഹചര്യങ്ങൾ, പല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. നമ്മുടെ പെർസ്പെക്റ്റീവ് മൈൻഡ് ഇതിനെല്ലാം വേറെ രീതിയിലാണ് കണ്ടിരിക്കുക. അതെല്ലാം റെക്കോർഡ് ആയിരിക്കും. അത് ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ അത് വീണ്ടും ട്രിഗർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് സൈഡ് ഒരു പിക്ചർ പോലെ കാണിച്ചു തരും. നമ്മളത് ഭയപ്പെട്ട് നിൽക്കുകയും ചെയ്യും. ഭയത്തെ കൊണ്ട് തന്നെ നമ്മൾ നേരിടണം. ഇപ്പോൾ നമ്മൾ ഒരു ഇരുട്ടിന് ഭയമുള്ള ആൾ ഇരുട്ടിനെ തന്നെ ഫേസ് ചെയ്ത് ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ പോയി തന്നെ ആ ഭയത്തെ മാറ്റിയെടുക്കണം. നമ്മളവിടെ ഭയത്തെ ഇരുട്ടിനെ പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ ആ ഭയം മാറുന്നതല്ല. നിങ്ങൾ പല മൂവികൾ കണ്ടിട്ടുണ്ടായിരിക്കും, പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ വന്നവരായിരിക്കാം. പിന്നെ നമുക്ക് വ്യക്തി നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ഇഷ്ടമല്ലെങ്കിൽ ആ വ്യക്തിയോട് പോയി നമ്മൾ പറയും, നമുക്ക് ഇന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതാണ് കാര്യങ്ങൾ, നിങ്ങൾ തുറന്ന് പറയുക. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ആരാണ്? നിങ്ങൾ പോലെ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ആൾ ഉന്നതനായിക്കോട്ടെ, താഴ്ന്ന സ്ഥാനത്തുള്ള ആളായിക്കോട്ടെ, നമ്മളതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം അവിടെ പ്രകടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമ്മളവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അദ്ദേഹം വിചാരിക്കും, നമ്മളെ അടുത്തേക്ക് വരാനായിട്ട് അവനുള്ള ഭയം. ആ ഭയത്തെയാണ് ലാജിക് ചെയ്തത്, അതായത് രസകരമായ രീതിയിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മോചനത്തിനായി, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി ആരും ചെയ്യുന്നതല്ല. നിങ്ങളെല്ലാം മാറ്റം നിങ്ങൾ തുടങ്ങട്ടെ. എന്തു കാര്യവും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുക. ഒന്നും നാളേക്ക് മാറ്റിവെക്കാതിരിക്കുക. നാളത്തെ കാര്യങ്ങൾ നാളെ പലതും സംഭവിക്കാതിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചെയ്ത് ഒരു നല്ലൊരു വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറാനായിട്ട് നോക്കണം. പല ആൾക്കാർക്കും അവരുടെ കുട്ടിക്കാലത്തുണ്ടാകുന്ന മോശം സാഹചര്യങ്ങൾ പലതും അവരുടെ ഭയത്തിലേക്ക് നയിക്കുന്നതാണ്. ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി, അതിന്റെ യാഥാസ്ഥികത്വം മനസ്സിലാക്കി, അതിൽ നിന്ന് മാറാനായിട്ട് അവർ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഭയത്തെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു 80% നമുക്ക് വിജയത്തിന്റെ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അയ്യോ ഇത് ചെയ്താൽ ഇതിങ്ങനെയാവുമ്പോൾ എന്നുള്ള ഭയം വേണ്ട. അതിലായിക്കൊള്ളട്ടെ, അത് ചെയ്താലും ഇല്ലെങ്കിലും സംഭവിക്കും. നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്ത് നമുക്ക് വ്യക്തിത്വങ്ങളാവാനായിട്ട് ശ്രമിക്കണം. ഓരോ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ സാഹചര്യത്തെ മനസ്സിലാക്കണം. ഭയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷമായിട്ടിരിക്കുവാനും ഭയപ്പെട്ട് ജീവിക്കാതെ ഹാപ്പിയായി ജീവിക്കാനും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
കമൻറ്റായി രേഖപ്പെടുത്തേണ്ടതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക്. മറ്റുള്ളവർക്കും വേണ്ടി ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് അവർക്കും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗുഡ് ബൈ, സീ യു, ബൈ.